ഞാൻ വി മനോഹരൻ, CEO, ദി അർബൻ കെയർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഞങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ട് 4 വർഷമായി. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഞങ്ങളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൊസൈറ്റിക്ക് 12 ബ്രാഞ്ചുകളുണ്ട്. സൊസൈറ്റിയുടെ ചെയർമാൻ ശ്രീ കെ സുബ്രഹ്മണ്യൻ, വൈസ് ചെയർമാൻ ശ്രീ എം സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ 11 അംഗ ഭരണസമിതിയാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഈ കാലയളവില് സൊസൈറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഒരുപാട് സഹായങ്ങൾ കർഷകർക്ക് അവർക്ക് വിത്തായിട്ട്, വളമായിട്ട്, അതുപോലെ കൃഷി ഇറക്കുന്നതിന് വേണ്ട ധനസഹായങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും സൊസൈറ്റിയുടെ പരിസര പ്രദേശങ്ങളില്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയില്, വയനാട് ജില്ലയില് കാർഷിക മേഖലയില് ഒരു വലിയ പുരോഗതി കൊണ്ടുവരുന്നതിന് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 7000-ലധികം വരുന്ന സൊസൈറ്റിയുടെ ഓഹരി ഉടമകൾ. ഈ സൊസൈറ്റിയുടെ ഓഹരി ഉടമകളുടെ സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി അവരുടെ ഉയർച്ച വരുത്തുന്നതിൽ, പുരോഗതി കൈവരിക്കുന്നതിൽ സൊസൈറ്റി വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ നിക്ഷേപം ഉയർത്തുന്നതിന് വേണ്ടി, അവരുടെ വരുമാനം ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ സൊസൈറ്റി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൊസൈറ്റി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ് AGIS ജീവൻ ജ്യോതി സ്കീം. ഇതിന്റെ പ്രത്യേകത 26 മാസം കൊണ്ട് അവസാനിക്കുന്ന ഈ പദ്ധതിയിൽ ഓരോ അംഗവും മാസത്തിൽ നിക്ഷേപിക്കേണ്ടത് 20,000 രൂപയാണ്. എന്നാൽ അവർക്ക് 1000 രൂപ കുറവ് വന്നുകൊണ്ട് 19 മാസം 19,000 രൂപ നിക്ഷേപിച്ചാൽ മതി. എന്നാൽ 20 മുതൽ 26 മാസം വരെയുള്ള കാലയളവിൽ 20,000 രൂപ അവർ നിക്ഷേപിക്കണം. മാസം തോറും ഓരോ നറുക്കെടുപ്പ് നടത്തി ആ നറുക്കെടുപ്പിൽ പ്രൈസ് ലഭിക്കുന്ന ആളിന് ആദ്യത്തെ 19 മാസം 4,75,000 രൂപ സൊസൈറ്റി നൽകുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പ്രൈസ് ലഭിക്കുന്ന ആളിന് 5 ലക്ഷം, 22ാമത്തെ നറുക്കെടുപ്പില് 5,05,000, 23ാമത്തെ നറുക്കെടുപ്പില് 5,10,000, 24ാമത്തെ നറുക്കെടുപ്പിൽ 5,15,000. എന്നാൽ 25, 26 നറുക്കെടുപ്പുകളിൽ 5,20,000 രൂപയും സൊസൈറ്റി നൽകുന്നുണ്ട്. സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് വളരെയേറെ ആകർഷകമായ ഒരു സ്കീം എന്നതിലുപരി സൊസൈറ്റി കാർഷിക മേഖലയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ സാമ്പത്തികമായ ഉയർച്ച, അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ സ്കീം നല്ലൊരു വിജയമാക്കി മാറ്റണമെന്ന് ഞാൻ ഈ സൊസൈറ്റിയിലെ ഓഹരി ഉടമകളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു.